Welcome back to our online class once again. Today, we are going to discuss the chapter The Serang of Ranaganji. It's a short story written by Dr. A.J. Croning. He's the narrator of this short story and he's the physician of the ship Ranaganji. Right? Ranaganji is a ship that is going on its voyage from Liverpool to Calcutta. Hassan is the Serang of Ranaganji. Okay, what's a Serang? Yeah, a worker in a ship. So Hassan is the Serang of Ranaganji. Ranaganji എന്ന ഷിപ്പിലെ സറാങ് ആയിരുന്നു ഹസൻ. റൈറ്റ്. ഈ സറാങ് എന്നുള്ള വാക്ക് നമ്മൾക്ക് സുപരിചിതമാണ്. നമ്മൾ മലയാളത്തിൽ അതിനെ സ്രാങ്ക് എന്ന് വിളിക്കാറുണ്ട്. റൈറ്റ്? ഓക്കെ. When the ship began to move from Liverpool, Miss Job Smith made some abusive remarks on Hassan. Miss Job Smith, chief of the social promoters of the ship, is a white lady. She ridiculed Hassan due to his physical appearance. Hassan, according to the narrator, is an ugly man with short legs and disproportionate head. കപ്പൽ ലിവർപൂളിൽ നിന്നും അതിന്റെ യാത്ര തുടങ്ങുന്ന സമയത്ത് മിസ് ജോബ് സ്മിത്ത് എന്ന് പറയുന്ന ഒരു വൈറ്റ് ലേഡി ഹസൻ എന്ന് പറയുന്ന നമ്മുടെ സറാങ്ങിനെ നോക്കി കളിയാക്കിക്കൊണ്ട് ചില സംസാരങ്ങൾ നടത്തി. See, Hassan, according to the narrator, is an ugly man with short legs and disproportionate head. ഹസൻ നമ്മുടെ നറേറ്ററുടെ അഭിപ്രായ പ്രകാരം നറേറ്റർ പറഞ്ഞു വെക്കുന്നത് he's an ugly man. He was an ugly man. What do you mean by ugly? അത്രയൊന്നും ഭംഗിയില്ലാത്ത, മാത്രമല്ല ഹസന്റെ കാലുകൾ വളരെ ഷോർട്ട് ആയിരുന്നു. ആൻഡ് ഡിസ്പ്രപ്പോർഷനേറ്റ് ഹെഡ്, വലിയ തലയുമായിരുന്നു. റൈറ്റ്? അപ്പം ഈ രൂപത്തെ നോക്കി ഹസന്റെ ഈ രൂപത്തെ നോക്കി നമ്മുടെ ജോബ് സ്മിത്ത് എന്ന് പറയുന്ന ഈ വൈറ്റ് ലേഡി കളിയാക്കുകയാണ്. റൈറ്റ്? ആർ യു ഗെറ്റിംഗ്? It is to be noted here that Hassan didn't pay any attention to the remarks of Miss Job Smith. He was fully concentrated on his works. Right? Hardly the ship began to move when the passengers began to enjoy their journey. ഒരു കാര്യം നാം ഇവിടെ ശ്രദ്ധിക്കേണ്ടത്, മിസ് ജോബ് സ്മിത്തിന്റെ ഈ കളിയാക്കുന്ന വാക്കുകളൊന്നും ഹസൻ മൈൻഡ് ചെയ്തതേയില്ല. ഹി വാസ് ഫുള്ളി കോൺസെൻട്രേറ്റഡ് ഓൺ ഹിസ് വർക്ക്സ്. ഒരു സറാങ് എന്ന നിലയിൽ അദ്ദേഹം ചെയ്യേണ്ട ജോലിയിൽ വ്യാപൃതനായിരുന്നു ഹസൻ. അങ്ങനെ കപ്പൽ യാത്ര തുടങ്ങിയതോടുകൂടി അതിലുണ്ടായിരുന്ന പാസഞ്ചേഴ്സ് they began to enjoy their journey. Right? After a short while, Hassan brought two workers who were affected with fever in front of Dr. A.J. Croning. A.J. Croning was the physician of the ship. A.J. Croning tested them and realized that they were affected with smallpox, a contagious disease. Right? അങ്ങനെ കപ്പലിന്റെ യാത്രക്കിടയിൽ ഹസൻ രണ്ട് വർക്കേഴ്സിനെ ഡോക്ടർ A.J. ക്രോണിങ്ങിന്റെ മുന്നിൽ കൊണ്ടുവരുന്നു. They were affected with fever. അവർക്ക് നല്ലപോലെ പനി ഉണ്ടായിരുന്നു. So Dr. A.J. Croning tested them and realized that they were affected with a disease. Smallpox എന്ന് അറിയപ്പെടുന്ന പകർച്ചവ്യാധി അവർക്ക് ബാധിച്ചിരുന്നു. Right? Dr. A.J. Croning reported the incident to the captain of the ship. Hamble was the captain of the ship. But the ship was understaffed. There were no additional staff to give to
Dr. A.J. Crowning. But the captain said that A.J. Crowning can use the service of Hassan. Right. ഡോക്ടർ A.J. ക്രോണിംഗ് ഈ വിഷയം ഉടൻ തന്നെ ക്യാപ്റ്റൻ ആയിരുന്ന ഹാംബിളിനെ അറിയിക്കുന്നു. ബട്ട് ദ ഷിപ്പ് വാസ് അണ്ടർ സ്റ്റാഫ്ഡ്. ഷിപ്പിൽ സ്റ്റാഫുകളുടെ എണ്ണം വളരെ കുറവായിരുന്നു. റൈറ്റ്. ബട്ട് ദ ക്യാപ്റ്റൻ സെഡ് ഡോക്ടർ A.J. ക്രോണിംഗ് ക്യാൻ യൂസ് ദ സർവീസ് ഓഫ് ഹസൻ. ക്യാപ്റ്റൻ ഡോക്ടർ A.J. ക്രോണിങ്ങിനോട് പറഞ്ഞു, താങ്കൾക്ക് ഹസന്റെ സർവീസ് ഇവിടെ ഉപയോഗപ്പെടുത്താം. റൈറ്റ്. ഹസൻ വാസ് എ ഡെഡിക്കേറ്റഡ് മാൻ. ഹി വാസ് എ ഫിലാന്ത്രോപിസ്റ്റ്. റൈറ്റ്. Though his physical appearance was not beautiful, his heart was full of love and sympathy towards other human beings. Right. ഹസൻ ഒരു ഡെഡിക്കേറ്റഡ് വർക്കർ ആയിരുന്നു. റൈറ്റ്. ഫിസിക്കൽ അപ്പിയറൻസ് അദ്ദേഹത്തിൻ്റെത് വളരെ മോശമാണെങ്കിലും, അത്രയൊന്നും ഭംഗിയുള്ള ഒരു മനുഷ്യൻ ആയിരുന്നില്ലെങ്കിൽ പോലും, ഹിസ് ഹാർട്ട് വാസ് ഫുൾ ഓഫ് ലവ് ആൻഡ് സിമ്പതി ടുവേർഡ്സ് അതർ ഹ്യൂമൻ ബീയിങ്സ്. അദ്ദേഹത്തിന്റെ ഹൃദയം മറ്റു മനുഷ്യരോടുള്ള കാരുണ്യവും അതുപോലെ തന്നെ സ്നേഹവും നിറഞ്ഞതായിരുന്നു. റൈറ്റ്. ഹസൻ cared the patients though the disease was dreadful and contagious. Right. വളരെ മാരകമായിരുന്ന ഒരു അസുഖമായിരുന്നെങ്കിൽ പോലും, റൈറ്റ്, ഒരു പകർച്ചവ്യാധിയായിട്ടുള്ള അസുഖമായിട്ട് പോലും ഹസൻ കെയർഡ് ദ പേഷ്യൻസ്. ആ രോഗികളെ കെയർ ചെയ്യാൻ ഹസൻ റെഡിയായി. റൈറ്റ്. Later, more cases of smallpox were reported. 2 of them died. It was Hassan who read Ramayana in front of the dead body as the last rites. Right. വീണ്ടും കൂടുതൽ ആളുകളിൽ, വർക്കേഴ്സിന്റെ ഇടയിൽ സ്മാൾ പോക്സ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടു. അതിൽ 2 പേര് മരണപ്പെട്ടു. അവരുടെ അവസാന ചടങ്ങെന്ന നിലയിൽ ആ ഡെഡ് ബോഡിയുടെ മുന്നിൽ രാമായണത്തിലെ ഏതാനും വരികൾ വായിച്ചത് ഹസൻ ആയിരുന്നു. Right. It is to be noted here that none of the merry party members realized that the ship is affected with such a dreadful contagious disease. Right. ഇവിടെ നാം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, കപ്പൽ ഈ തരത്തിൽ മാരകമായിട്ടുള്ള ഒരു അസുഖം മൂലം ഏതാനും ചില വർക്കേഴ്സിന് അഫക്ട് ചെയ്തിട്ട് പോലും കപ്പലിലെ എൻജോയ്മെന്റ് പാർട്ടി, റൈറ്റ്, ഇൻക്ലൂഡിംഗ് ജോബ് സ്മിത്ത്, നോട്ട് ഇറ്റ്, അവരാരും തന്നെ കപ്പൽ ഈ ഒരു അവസ്ഥയിലാണ് എന്നുള്ള വസ്തുത അറിഞ്ഞിരുന്നില്ല. റൈറ്റ്. വൈ? ബിക്കോസ് ഓഫ് ദ relentless service rendered by Hassan, the Serang. Okay. Later, the patient's number diminished. അങ്ങനെ മെല്ലെ മെല്ലെ രോഗികളുടെ എണ്ണം ചുരുങ്ങി. സ്മോൾ പോക്സ് അഫക്ട് ചെയ്ത രോഗികളുടെ എണ്ണം ചുരുങ്ങി. റൈറ്റ്. ആൻഡ് ഫൈനലി, when the ship reached the final destination, Miss Job Smith, the white lady, once again ridiculed Hassan. അങ്ങനെ അവസാനം കപ്പൽ അതിന്റെ ഡെസ്റ്റിനേഷനിൽ എത്തിയപ്പം മിസ് ജോബ് സ്മിത്ത്, do you remember her? Job Smith, the white lady, she once ridiculed Hassan in the beginning of the journey. Do you remember? Yeah. She ridiculed Hassan once again. ഒരിക്കൽ കൂടി അവൾ, ആ വൈറ്റ് ലേഡി, ഹസനെ കളിയാക്കുകയാണ്. She asked, where did you keep him during the entire voyage, Dr. Dear? In a special cage? അവൾ ഡോക്ടർ A.J. ക്രോണിങ്ങിനോട് ചോദിക്കുകയാണ്, എവിടെയായിരുന്നു ഇതിനെ നിങ്ങൾ സൂക്ഷിച്ചിരുന്നത്? ഇൻ എ സ്പെഷ്യൽ കേജ്, ഒരു പ്രത്യേക കൂട്ടിലായിരുന്നോ? What do you mean by cage? യാ, നമ്മൾ ജന്തുജാലങ്ങളെ സൂക്ഷിക്കുന്ന കൂടുകൾക്കാണ് കേജ് എന്ന് പറയുന്നത്. റൈറ്റ്. അനിമൽസിനെ പാർപ്പിക്കുന്ന ചെറിയ
അല്ലെ, കൂടുകൾക്കാണ് കേജ് എന്ന് പറയുന്നത്. സി വാട്ട് ഷീ ഈസ് ഡൂയിങ് ഹിയർ, മിസ് ജോബ് സ്മിത്ത്, ഷീ ഈസ് കമ്പയറിംഗ് ഹസൻ ടു ആൻ ആനിമൽ, റൈറ്റ്? ഒരു ജീവിയെ പോലെ, ഒരു ജന്തുവിനോടാണ് ഹസനെ ജോബ് സ്മിത്ത് എന്ന് പറയുന്ന ആ വൈറ്റ് ലേഡി കമ്പയർ ചെയ്യുന്നത്, റൈറ്റ്? Dr. A.J. Cronin replied, yes, in a way it was a cage. But isn't it clear, Miss Job Smith? The animals were all outside. Right? A.J. Cronin അതിവിദഗ്ധമായി ഒരു മറുപടി നൽകുകയാണ്. ജോബ് സ്മിത്ത്, ശരിയാണ്, ഹസൻ ഒരു കൂട്ടിൽ തന്നെയായിരുന്നു, പക്ഷേ all the animals were outside. എല്ലാ ജന്തുക്കളും, എല്ലാ അനിമൽസും ആ കൂട്ടിന് പുറത്തായിരുന്നു. റൈറ്റ്? താങ്ക് യു. സീ യു ലേറ്റർ. ഗുഡ് ബൈ. Assignment 1. Prepare a character sketch of Hassan the Serang. Assignment 2. Prepare a character sketch of Job Smith. Assignment 3. You know that A.J. Cronin is extremely impressed by the service of Hassan. Imagine that after the voyage, Cronin writes a letter to the director of the company which owns the ship Ranaganji, detailing the selfless service Hassan rendered during the voyage. He also requests the director to reward Hassan with a promotion in return for his service. Draft the letter which Cronin would write.